ഗൈസ് അപ്പം ഞാൻ പിന്നെയും ഫുഡ് ഓർഡർ ചെയ്തു ഓൺലൈൻ. എൻ്റെ ഗ്യാസ് വന്നിട്ടില്ല അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കേരള ഫുഡ് ക്രേവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ദാ അതിൻ്റെ കൂടെ പപ്പടമൊക്കെ തന്നു അവർ. ഇവിടെ അങ്ങനെ മലയാളി ഹോട്ടൽസ് ഒന്നുമില്ല. ഒരു മലയാളി ഹോട്ടലുള്ളൂ. അവിടെ നിന്നാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത്. ബിരിയാണിയും അതിൻ്റെ കൂടെ എന്താ തൈര്, സലാഡും പിന്നെ പപ്പടം, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടല്ല ഓർഡർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറിയും കോംബോ ആണ്. അതിൻ്റെ കൂടെ പായസവും കിട്ടിയായിരുന്നു. അയ്യോ! നല്ലതായിരുന്നു. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പായസം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ചിക്കൻ കറി അയ്യോ! ഒരുപാട് ദിവസമായി ഞാൻ ചിക്കൻ കഴിച്ചിട്ട്. എനിക്കതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സുടു സുടു പൊറോട്ടയും പിന്നെ അതിന് മുകളിൽ ഞാൻ കുറച്ച് ചിക്കൻ കറിയും ഒരു ചിക്കൻ്റെ കഷ്ണവും വെച്ച് പൊറോട്ടയിൽ നിന്ന് ഒരു പീസിങ്ങ് പൊട്ടിച്ചെടുത്ത് ആ ചിക്കൻ കറീൻ്റെ ചാറും പിന്നെ ആ ചെറിയ കഷ്ണമൊക്കെ എടുത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നോ! അടിപൊളിയായിരുന്നു. സ്വർഗ്ഗം കാണണം എന്നൊക്കെ പറയില്ലേ അതുപോലെയായിരുന്നു. പിന്നെ ചിക്കൻ ബിരിയാണിയും ടേസ്റ്റ് അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ചിക്കൻ ബിരിയാണി. അത് ഞാൻ ഇങ്ങനെ പപ്പടമൊക്കെ പൊട്ടിച്ച് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.